ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താത്തൂസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ഒരു ബാസ്ക്കറ്റാണ് റെഡിയാക്കുന്നത്. അതും വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 27 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമുള്ള ഒരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവിന് വേണമെങ്കിൽ വ്യത്യാസങ്ങൾ വരുത്താം. ഞാനിവിടെ 27 ഇഞ്ച് നീളവും അതുപോലെ തന്നെ 20 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നീളം 27 ഇഞ്ചും വീതി 20 ഇഞ്ചുമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അടിയിൽ വയ്ക്കാനായിട്ട് ഒരു ക്ലോത്താണ് കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബെഡ് കവറൊക്കെ തയ്ക്കുന്ന രീതിയിലുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ കിട്ടുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കില്ലേ, അരിയൊക്കെ കൊണ്ടുവരുന്ന ചാക്ക്, ആ ചാക്ക് എടുത്താലും മതി കേട്ടോ. എനിക്കിവിടെ ഈ ഒരു മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചാക്ക് എടുത്താലും മതി കേട്ടോ. അപ്പോൾ അതും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇത് രണ്ടും ഞാൻ 27 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയുമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് രണ്ടും കൂടി ഒന്ന് 4 സൈഡ് അടിച്ചെടുക്കുക കേട്ടോ. അടിയിൽ ചാക്കിൻ്റെ പീസ് അടിയിലും ക്ലോത്ത് മുകളിലും വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. 4 സൈഡും അടിച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കട്ടിങ് ഇല്ലാത്ത ആ ഫോൾഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് 2 കോർണറിൽ നമുക്ക് 4 ഇഞ്ച് വീതം ഒരു ബോക്സ് വരച്ചെടുക്കാം കേട്ടോ. 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള ഒരു ബോക്സ് വരച്ചെടുക്കാം. ഇതുപോലെ വരച്ചെടുക്കാം. 2 സൈഡിലും ഇതുപോലെ തന്നെ വരച്ചെടുക്കുക കേട്ടോ. ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത്. മറ്റേ സൈഡിലും നമുക്ക് 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് നീളവുമുള്ള ഒരു ബോക്സ് വരച്ചെടുക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ബോക്സും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 2 ബോക്സും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 ഭാഗവും നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം 2 ഭാഗവും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മൾ 2 സൈഡും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കണം കേട്ടോ. ഓപ്പൺ ആയിട്ടിരിക്കുന്ന 2 ഭാഗവും ഇതുപോലെ മടക്കി അടിക്കുക. ഇപ്പോൾ ഞാൻ മടക്കി അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തുണിയെ ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം ഈ 2 ഭാഗവും നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ 1 ഇഞ്ച് വീതിയുള്ളൊരു പീസ് എടുത്തിട്ട് നമ്മൾ തയ്യൽ തുമ്പ് മറിച്ച് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അത് തയ്യൽ തുമ്പ് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ 2 സൈഡും അതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 1/2 ഇഞ്ച് വീതിക്ക് 2 സൈഡും ഇതുപോലെ പിടിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുക. ഞാനിപ്പോൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 സൈഡും തയ്യൽ തുമ്പ് മറിഞ്ഞു പോകത്തക്ക രീതിയിൽ 1 ഇഞ്ച് പീസ് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഈ ബാഗൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരി ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് 2 ഹാൻഡിൽ പിടിപ്പിച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയും 10 ഇഞ്ച് നീളവുമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലായിട്ട് 2 ഇഞ്ച് ഇറക്കി വെച്ചതിന് ശേഷം ഇത് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ പിടിപ്പിച്ച് കൊടുക്കുക. ഞാൻ 2 സൈഡും ഇതുപോലെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ക്ലോത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് വെച്ച് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലോത്ത് ആണെങ്കിലും നമുക്ക് നിറയെ ക്ലോത്ത് ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റും കേട്ടോ. പിള്ളേരുടെ ഇന്നേഴ്സൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം.
നല്ല ഭംഗിയിലിരിക്കുകയും ചെയ്യും കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് റെഡിയാക്കി എടുക്കാനും സാധിക്കും കേട്ടോ. കണ്ടില്ലേ, നിറയെ ക്ലോത്ത് നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിലും വലിയ ബാസ്ക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കാം, അതുപോലെ തന്നെ ചെറുത് വേണമെങ്കിൽ റെഡിയാക്കാം. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റിയും ഒക്കെ റെഡിയാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.